ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ 3rd യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ എ പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറി എങ്ങനെയാണ് കറക്റ്റായിട്ട് എഴുതുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും എക്സാമിന് വരുന്ന സമയത്ത് 10 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ സമ്മറി ചോദിക്കും. അപ്പോൾ എങ്ങനെയാണത് കറക്റ്റായിട്ട് എഴുതുക, അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റോറി മാത്രം എഴുതിയാൽ മതിയോ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം, ഇതൊക്കെയാണ് നമ്മൾ വളരെ എളുപ്പത്തിൽ ഷോർട്ടായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ലാഗ് അടിപ്പിച്ച് നിങ്ങളെ ബോറടിക്കുകയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളെപ്പോഴും ഒരു സമ്മറി എഴുതുന്ന സമയത്ത് നമ്മുടെ ഓതറിനെ പറ്റി ഒരു ചെറിയ ഇൻഫോർമേഷൻ നമ്മൾ എപ്പോഴും കൊടുക്കണം. അത് നിങ്ങൾ ഏത് ചാപ്റ്റർ അല്ലെങ്കിൽ ഏത് സ്റ്റോറി എഴുതുകയാണെങ്കിലും പോയട്രി എഴുതുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഓതർ ആരാണ്, ഏത് കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഏത് നാട്ടുകാരനാണ്, ഈ ഒരു കാര്യം നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് എഴുതണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത് ഗൈ ഡെ മൗപസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രഞ്ച് റൈറ്ററാണ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ആദ്യം നമ്മുടെ റൈറ്ററിനെ പറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദെൻ നമുക്ക് നമ്മുടെ സ്റ്റോറി, അത് പീസ് ഓഫ് സ്ട്രിങ് ഈസ് വൺ ഓഫ് മൗപസൻസ് ബെസ്റ്റ് നോൺ ഷോർട്ട് സ്റ്റോറീസ്. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ് അല്ലേ. നമ്മുടെ സ്റ്റോറിയിൽ നമ്മുടെ മേജർ ക്യാരക്ടർ ആരാണ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഓതറിനെ പറ്റി എഴുതണം. ദെൻ നമ്മുടെ അബൌട്ട് ദി സ്റ്റോറി, എ പീസ് ഓഫ് സ്ട്രിങ് ഈസ് വൺ ഓഫ് മൗപസൻസ് ബെസ്റ്റ് നോൺ ഷോർട്ട് സ്റ്റോറീസ് tells how a small misunderstanding ruins an honest man's life. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ എന്ത് ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് നമ്മൾ ചെറുതായിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോറി നമുക്ക് സിമ്പിൾ വേർഡ്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള സമ്മറി സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നിങ്ങളത് എന്ത് ചെയ്യുക, എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെയൊക്കെ സമയത്ത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഓതറിനെ പറ്റി എഴുതി. ദെൻ നമ്മുടെ സ്റ്റോറിയിൽ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു ഏറ്റവും സിമ്പിളായിട്ട് എന്താണ് ഈ സ്റ്റോറി നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ദെൻ നമ്മൾ ഈ ഒരു സ്റ്റോറി ഏത് ജേനറിലാണെന്ന് ആദ്യം തന്നെ പറഞ്ഞു. അതെന്താണ്, ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, റിയലിസ്റ്റിക് ഷോർട്ട് സ്റ്റോറിയാണ് അല്ലേ. ഇറ്റ് ബിലോങ്സ് ടു ദി ജേനർ ഓഫ് സോഷ്യൽ റിയലിസം ബിക്കോസ് ഇറ്റ് പോർട്രേസ് റിയൽ പീപ്പിൾ, റിയൽ സെറ്റിങ്സ് ആൻഡ് റിയൽ പ്രോബ്ലംസ് ഓഫ് റൂറൽ ലൈഫ് ഇൻ ദി 19th century ഫ്രാൻസ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതൊരു റിയലിസ്റ്റിക് സ്റ്റോറിയാണ്, കാരണം ഇതിലുള്ള ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവൻറ്റ്സ് ആയിക്കോട്ടെ വളരെ സിമ്പിളായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫ് ഇവൻറ്റ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഇതൊരു റിയലിസ്റ്റിക് സ്റ്റോറിയാണെന്ന് പറയുന്നത്. 19th century ഫ്രഞ്ച് ലൈഫിനെയാണ് അത് ബേസ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറിയുടെ ജേനർ. ഇതിപ്പോൾ ഏതൊരു വർക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ പെട്ടെന്ന് ഇപ്പോൾ ഗൂഗിൾ ചെയ്താലും അല്ലെങ്കിൽ നമ്മുടെ ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ എന്താ പറയേണ്ടത്, നമ്മുടെ സ്റ്റോറി എവിടെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട്, ഇറ്റ് വാസ് ടേക്ക് പ്ലേസ് ഇൻ എ സ്മോൾ ടൗൺ കോൾഡ് ഗോർദോവില്ലെ ഇൻ നോർമാഡി, ഫ്രാൻസിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വില്ലേജിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം കൊടുക്കുക. ദെൻ ടൗൺ ഈസ് ഫുൾ ഓഫ് പെസൻസ് ഹൂ ഗോസിപ്പ് ആൻഡ് ജഡ്ജ് ഈച്ച് അതർ ഷോയിങ് ദി സിമ്പിൾ ബട്ട് ഹാർഷ് നേച്ചർ ഓഫ് വില്ലേജ് ലൈഫ്. അപ്പം നമ്മുടെ സ്റ്റോറിയിൽ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നമ്മുടെ സ്റ്റോറി എന്താണ്, ഒരു സാധാരണ വില്ലേജിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്രാമപ്രദേശത്ത് ഒത്തിരി സാധാരണക്കാരായിട്ടുള്ള കർഷകർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവരുടെ ഡെയിലി ലൈഫ് എങ്ങനെയൊക്കെയാണ്, അവർ തമ്മിൽ സംസാരിച്ചും പരസ്പരം ഗോസിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പരദൂഷണം പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ നമ്മുടെ സാധാരണക്കാർ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ ജീവിച്ചു പോകുന്ന ഒരു വില്ലേജിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. അപ്പം നമ്മുടെ മേജർ ക്യാരക്ടർ ആരാണ്, ഹോഷിക്കോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കർഷകൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ നമ്മുടെ റൈറ്റർ പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറി എവിടെയാണ് നടക്കുന്നതെന്നൊക്കെ പറയാം. നെക്സ്റ്റ് നമുക്ക് ഈ സ്റ്റോറിയിൽ നടക്കുന്ന മേജറായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ വേർഡ്സിൽ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എപ്പോഴും എഴുതി ശ്രമിക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് സമ്മറിയും കാര്യങ്ങളൊക്കെ പറയാനും എഴുതാനും ഒക്കെ പറ്റും. അപ്പോൾ നിങ്ങളൊരു സ്റ്റോറി പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ മനസ്സിൽ നമ്മൾ ആലോചിച്ച് നോക്കുക സ്റ്റോറിയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ. നിങ്ങൾ ആലോചിക്കുന്നത് ജസ്റ്റ് സിമ്പിൾ വേർഡ്സിലൊന്ന് കൺവേർട്ട് ചെയ്ത് ഇംഗ്ലീഷിലൊന്നും ഇങ്ങനെ പറഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ, നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാനും അല്ലെങ്കിൽ ഒരുപാട് വേർഡ്സ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സമ്മറി, ഒരു സ്റ്റോറി ഏറ്റവും സിമ്പിളായിട്ടൊന്ന് നോക്കാം. ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഒരു വോൾ സ്റ്റോറി ഏറ്റവും സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയിട്ട്
ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറി എന്താണെന്ന് നോക്കാം. അപ്പോൾ സ്റ്റോറി നടക്കുന്നത് ഒരു മാർക്കറ്റ് ഡേയിലാണ് അല്ലേ, ഒരു എന്താ പറയുക, ഒരു ബിസി ഡേ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഡേയിൽ ടൗൺ ഓഫ് ഗോദർവിൽ എന്ന് പറയുന്ന ടൗണിൽ ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കർഷകൻ, അദ്ദേഹത്തിൻ്റെ പേര് ഹോസിക്കോൺ എന്നായിരുന്നു. ഹി വാക്ക് ടുവേർഡ്സ് ദി ഫെയർ. അദ്ദേഹം എന്താണ് നമ്മുടെ മാർക്കറ്റിലോട്ട് നടന്നു വരികയാണ്. അപ്പോൾ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്താണ് ഒരു പീസ് ഓഫ് സ്ട്രിങ്, ഒരു ചെറിയ കഷ്ണം ചരട് നിലത്ത് കിടക്കുന്നത് അദ്ദേഹം കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അതെടുത്തു. എന്തെങ്കിലും ഉപകാരത്തിൽ പെടും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരും എന്ന് വിചാരിച്ച് അദ്ദേഹം അത് എടുത്ത് വെക്കുകയാണ്. Then he bent down to pick it up, thinking it might be useful. Another man, Maladine, അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, അദ്ദേഹത്തെ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എനിമി ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യാണ്, ഇത് കാണുകയാണ്. എ ഹാർനസ് മേക്കർ ആൻഡ് ഹിസ് എനിമി സീസ് ഹിം ഡു ദിസ്. അദ്ദേഹം ഇത് എടുക്കുന്നത്, ഹോസിക്കോൺ ഈ ഒരു ചരട് എടുക്കുന്നത് അദ്ദേഹം കാണുന്നുണ്ട്. ലേറ്റർ ദാറ്റ് ഡേ ന്യൂസ് സ്പ്രെഡ് ദാറ്റ് എ വാളറ്റ് ഹാസ് ബീൻ ലോസ്റ്റ് ഇൻ ദി മാർക്കറ്റ് പ്ലേസ്. ദി ടൗൺ മേയർ ആൻഡ് ദി police begin to question people because Maladine had seen Hosikon picking something up. He tells the mayor that Hosikon must have taken the wallet. അപ്പോൾ പിറ്റേ ദിവസം എന്താണ്, ഒരു വാളറ്റ് കളഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് ആ ഒരു വോൾ വില്ലേജിൽ സ്പ്രെഡ് ആവുകയാണ്. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ എനിമി ആയിട്ടുള്ള മാലഡിൻ പറയുകയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം ഹോസിക്കോൺ എന്തോ ഒന്ന് നിലത്തുനിന്ന് എടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് വിളിക്കുന്നുണ്ട്. ആൻഡ് ഹി ഇൻസിസ്റ്റ് ഹി ഓൺലി പിക്ക്ഡ് അപ്പ് എ പീസ് ഓഫ് സ്ട്രിങ് നോട്ട് എ വാളറ്റ്. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എടുത്തിട്ടില്ല, ഞാനൊരു പീസ് ഓഫ് സ്ട്രിങ് മാത്രമാണ് നിലത്തുനിന്ന് എടുത്തിട്ടുള്ളത്. ടു പ്രൂവ് ഹിസ് ഹോണസ്റ്റി ഹി ഈവൻ ഷോസ് ദി പീസ് ഓഫ് സ്ട്രിങ് ടു ദി അതോറിറ്റീസ്. അദ്ദേഹത്തിൻ്റെ സത്യസന്ധത അല്ലെങ്കിൽ അദ്ദേഹം എടുത്തിട്ടില്ല എന്ന് തെളിയിക്കാൻ ആ ഒരു പീസ് ഓഫ് സ്ട്രിങ് വരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. After some time, the real wallet is found and returned to its owner and Hosikon is released. അപ്പോൾ അതുവരെ എല്ലാവരും വിചാരിച്ചിരുന്നത് ഇദ്ദേഹമാണ് ഇത് എടുത്തിട്ടുള്ളതെന്ന് വിചാരിച്ചു. ആരും തന്നെ അത് എടുത്തിട്ടില്ല എന്ന് വിശ്വസിച്ചില്ല. അങ്ങനെ എല്ലാവരും അദ്ദേഹത്തെ കള്ളനാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സത്യസന്ധനായിട്ടുള്ള ഒരാൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം ഉണ്ടാവില്ലേ. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ റിയൽ നഷ്ടപ്പെട്ടിട്ടുള്ള വാളറ്റ് തിരിച്ച് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ലൈഫ് തകർക്കുന്നതെന്നാണ് നമ്മുടെ ഈ ഒരു ചെറിയ സ്റ്റോറിയിൽ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തെ ഈ ഒരു വാളറ്റ് കിട്ടുകയും അദ്ദേഹം എല്ലാം എടുത്തതെന്നൊക്കെ മനസ്സിലായിട്ടും ആളുകൾ എന്ത് ചെയ്തു, അദ്ദേഹത്തെ ഇപ്പോഴും കള്ളനാണെന്നുള്ള രീതിയിൽ നോക്കാൻ തുടങ്ങി. ഹൗവർ ദ പീപ്പിൾ ഓഫ് ഗോദർവിൽ സ്റ്റിൽ ഡു നോട്ട് ബിലീവ് ഹിം. അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. ദേ തിങ്ക് ഹി വാസ് ഓൺലി പ്രിറ്റൻഡിങ് ടു ബി ഇന്നസെൻറ്റ്. അവർ ഇന്നസെൻ്റ് ആയിട്ട് അഭിനയിക്കുകയാണെന്നൊക്കെ പറയാൻ തുടങ്ങി. എവ്രിവെയർ ഹി ഗോസ് പീപ്പിൾ വിസ്പർ ആൻഡ് ലവ് ബിഹൈൻഡ് ഹിസ് ബാക്ക്. അദ്ദേഹം എവിടെ പോയാലും ആളുകൾ തിരിഞ്ഞ് നിന്ന് അദ്ദേഹത്തെ കളിയാക്കി ഓരോന്ന് പറയാൻ തുടങ്ങി കള്ളനാണെന്നൊക്കെ. ഹേർട്ട് ആൻഡ് frustrated, Hosikon tries again and again to explain what really happened. അദ്ദേഹം എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്, ഞാൻ എടുത്തിട്ടില്ല, എന്താണ് നടന്നതെന്ന് അദ്ദേഹം പ്രൂവ് ചെയ്യാൻ ഒത്തിരി പറഞ്ഞാലും ആരും തന്നെ അത് വിശ്വസിക്കുന്നില്ല. എല്ലാവരും അദ്ദേഹത്തെ അങ്ങനെ കൂടുതൽ നോവിക്കാൻ തുടങ്ങി. കാരണം അദ്ദേഹം ഒരു കള്ളനാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു കളിയാക്കലും പരിഹാസവും അദ്ദേഹത്തിന് സഹിക്കാനായില്ല. അദ്ദേഹം കാണുന്ന എല്ലാവരുടെ അടുത്തും പറയാൻ തുടങ്ങി, ഞാൻ എടുത്തിട്ടില്ല, എന്താണ് നടന്നതെന്ന് അദ്ദേഹം എല്ലാവരുടെ അടുത്തും എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ആരും ഇത് കേൾക്കാനോ അല്ലെങ്കിൽ വിശ്വസിക്കാനോ നിന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള ലൈഫിനെ തന്നെ ബാധിച്ചു. അദ്ദേഹത്തിൻ്റെ സമാധാനമൊക്കെ നഷ്ടപ്പെട്ട് അദ്ദേഹം വയ്യാതെയായി. അദ്ദേഹം പിന്നെ ഹോസ്പിറ്റലൈസിലൊക്കെ ആയി അദ്ദേഹം മരിക്കുകയാണ് ലാസ്റ്റ്. അദ്ദേഹത്തിൻ്റെ സ്ട്രെസ്സും വിഷമമൊന്നും സഹിക്കാൻ വയ്യാതെ അദ്ദേഹം മരിച്ചു പോവുകയാണ്. ഹി ബിക്കം ഇൽ ആൻഡ് ഡൈ സ്റ്റിൽ റിപ്പീറ്റിംഗ് ദി സെയിം വേർഡ്സ്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് പോലും പറയുന്നത്, പീസ് ഓഫ് സ്ട്രിങ്, അദ്ദേഹം എന്താണ് എടുത്തത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത് വരെ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒരാളുടെ ലൈഫ് തന്നെ ഇല്ലാതെയാക്കുന്നത് എന്നാണ് നമ്മുടെ സ്റ്റോറിയിൽ പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ നമ്മുടെ സ്റ്റോറിയിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇനി നമ്മുടെ സമ്മറിക്ക് ഒരു കൺക്ലൂഷനാണ് വേണ്ടത്. അപ്പോൾ കൺക്ലൂഷൻ എഴുതുന്ന സമയത്ത് നമ്മുടെ വോൾ സ്റ്റോറി അല്ലെങ്കിൽ മുഴുവനായിട്ട് നമ്മുടെ ഒരു സ്റ്റോറി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയണം എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇറ്റ് ഷോസ് എ സ്മോൾ ആൻഡ് ഇന്നസെൻറ്റ് ആക്ട് ക്യാൻ ലീഡ് ടു ഗ്രേറ്റ് സഫറിങ്
When society is ruled by gossip, jealousy, and mistrust, through Ho Chi Gohn's tragic story, Maupassant teaches that truth and honesty are often powerless against public suspicion and prejudice. അപ്പോൾ ആളുകൾ മുന്നേ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പരത്തുന്നതും അതിൻ്റെയൊക്കെ മുന്നിൽ നമ്മുടെ ആ ഒരു ട്രൂത്തും എല്ലാം പവർലെസ് ആണ്, പവർ ഇല്ലാതെയാവുകയാണ്. കാരണം അവരെല്ലാം ആദ്യം തന്നെ അങ്ങ് വിശ്വസിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും അവർ മാറ്റി നമ്മളെ വിശ്വസിക്കില്ല. അപ്പോൾ നമ്മൾ എത്ര ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാലും അവർ മൈൻഡ് ചെയ്യില്ല. കാരണം അവർ വിചാരിച്ച് വെച്ചിട്ടുള്ള കാര്യം ഇങ്ങനെയാണോ അത് തന്നെ അവർ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയൊരു കാര്യം അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ലൈഫ് തന്നെ ഇല്ലാതാക്കുന്നതെന്നാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു സിമ്പിളായിട്ട് സമ്മറി നമ്മൾ എങ്ങനെ എഴുതണം എന്നുള്ളൊരു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. ഇനി വേറെ സമ്മറി ഏതെങ്കിലും ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്കത് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്